പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾ എന്റെ അടുത്ത് കാണിക്കുന്ന, അതുകൊണ്ട് ഈ കുഞ്ഞു എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്സ്, ഒരു രണ്ട് പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾ സത്യസന്ധത അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ എനിക്ക് അല്ലല്ല നിങ്ങൾക്ക് വേണ്ട, ഞാൻ വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിൻ്റെ സാധനം എടുത്ത് എൻ്റെയിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാം? പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുപോകാൻ. ഇപ്പൊ എന്റെ ഉമ്മ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി അതിന്റെ കാര്യം പറയട്ടെ. ഒരു കാര്യം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ, നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അന്നമ്മയോട് സംസാരിച്ചത് എന്ത് പറഞ്ഞത്? അത് ശരിയാണ്, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞ് മനസ്സിലാക്കാം, കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്റെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണോ ഈ പറഞ്ഞ ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂൽക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. അവള് ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയി വാക്കുകൾ അവൾ ശരി അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ചാനാവട്ടെ, ഷാലു ആവട്ടെ, ദിയ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അന്നമ്മ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടെ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയോടുള്ള കാര്യം വിട്ടേക്ക്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടെ, അന്നമ്മയെ വിട്ടേ. പക്ഷെ അച്ചായന്റെ അടുത്തും ദിയയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. നീ ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ദിവസത്തിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ല, 2 വിഷയങ്ങൾ ആണ് സജിന അത്രയും വലിയ മാനിപ്പുലേറ്റഡ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ഒന്ന്, ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. 2 എന്ന് പറഞ്ഞത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജിനയ്ക്ക് തന്നെ സജിനയുടെ ഉമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം, അവർ ഉമ്മായി കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം അവരെ കുറ്റപ്പെടേണ്ട കാര്യമല്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും.
കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. പിന്നെ ദോഷം പറയരുത്, മോനെ ആയാലും അവർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. കുഞ്ഞിന് ചിലവിന് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം അവൾ പറഞ്ഞിരുന്നു. ഇത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് അവൾ ഓരോ കഥകളും, കാരണം ഈ പ്രവൃത്തികളെല്ലാം മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും, ദൃശ്യത്തിൻ്റെ കഥ പോലും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല. കാരണം ഇവിടെ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന കഥയുടെ മുന്നിൽ കുഞ്ഞിന് എനിക്കെൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. ഞാൻ എറണാകുളത്താണെങ്കിൽ എല്ലാ വീക്കിലും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് കൊല്ലത്തേക്ക് വരുന്നത്. അവൻ്റെ വീക്കെൻഡ് അവൻ പഠിക്കുന്നവൻ്റെ ഒഴിവ് ദിവസങ്ങളെല്ലാം അവനോട്ട് ഞാൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവന് വേണ്ടുള്ള എല്ലാ കാര്യം ഇപ്പം പറയാൻ പറഞ്ഞാൽ നടക്കെട്ടൊരു കാര്യമാണ്. പിന്നെ അവന് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉമ്മാക്ക് മാസം തോറും ഒരു ചെറിയ തുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തുകയായിരിക്കും, അവർക്ക് ലക്ഷങ്ങളിട്ട് കളിക്കുന്നവർക്ക് എൻ്റെ ആയിരങ്ങളൊന്നും അവർക്ക് വലിയ വിഷയങ്ങളായിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള രേഖകൾ GPay ആണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് അവൾ പറഞ്ഞ് ചിലവിന് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ലെന്ന്. ഞാനിപ്പോഴും അവളടുത്ത് പറഞ്ഞത് കുഞ്ഞിനെ എനിക്ക് വിട്ടുതരും. ഞാൻ എൻ്റെ അടുത്ത് കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പല ഭർത്താക്കന്മാരോട്ട് ജീവിക്കുന്നത്, അതിലൊരു കുഞ്ഞു വരും അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഉമ്മാക്ക് മെസ്സേജ് അയച്ചിരുന്നു, കുഞ്ഞിനെ എനിക്ക് തരുമോ, ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല, കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനി ഒരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ നിന്ന് നോക്കിക്കോളാം. എൻ്റെ കൂടെ തന്നെ അവനെ നിർത്തി അവനെ പഠിപ്പിച്ച് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇല്ല, അവിടെ അഡ്മിഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അഡ്മിഷൻ എടുത്താൽ ഞാനിവിടെ വേറെ അഡ്മിഷൻ എടുത്തോളാം അവനെ, കാരണം ഞാൻ കൂടെ നിന്ന് അവനെ കുറച്ചുകൂടെ അവന് ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ കൊച്ചിപ്പോൾ അവളുടെ അടുത്താണെങ്കിൽ മാറ്റി പറയിപ്പിക്കുമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പല കളിയും കളിക്കുമായിരിക്കും. അതായത് ഞങ്ങൾ രണ്ടുപേരും സജനയെ ഞാനോട്ടുള്ള ഈ അവളൊന്ന് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സെപ്പറേറ്റ് ആയ സമയത്ത് ഈ സമയത്ത് ഞാൻ ശരിക്കും എറണാകുളത്തേക്ക് പോയി. കാരണം എനിക്ക് ആ പഴയ വീട്ടിൽ നിൽക്കാൻ ഓർമ്മകളിലേക്ക് ഒന്നും നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് സജന പറയുന്നുണ്ടായിരുന്നു എന്തോ ഡ്രഗ്സ് അഡിക്റ്റാണ്, അത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ എന്ത് മീറ്ററിലാണോ പരിശോധിക്കുന്നത് അത് പൊട്ടിത്തെറിക്കും, അല്ലാതെ അതുകൊണ്ട് വേറൊരാളുടെ തലയിലല്ല ചായ്ക്കേണ്ടത്. ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എണ്ണിപ്പോയ ഒരു കൈക്കുള്ള ഒരു 10 സിഗരറ്റിനകത്ത് കൂടുതൽ ഞാൻ വലിച്ചിട്ടില്ല. അതും പബ്ബിലൊക്കെ പോകുമ്പോൾ സ്റ്റൈലിഷായിട്ട് വലിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് സജനയുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ വീടും എല്ലാം ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് വന്ന ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എറണാകുളത്തേക്ക് വന്നത് തന്നെ. അങ്ങനെ അവിടെ ഒറ്റപ്പെട്ട ഒരു വൈറ്റ് ഫോർട്ടിലായിരുന്നു ഒരു റൂമിൽ ഞാൻ താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും വിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ ജീവൻ തന്നെ കിടക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ആൽക്കഹോൾ കൺസംഷൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കളും നമുക്ക് കുറച്ച് എറണാകുളത്തെ കുറിച്ച് നല്ല സുഹൃത്തുക്കളും നല്ലതും ചീത്തയുമായിട്ടുള്ളൊക്കെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ഇവന്മാർ എൻ്റെ ഈ വീഡിയോ മദ്യപിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് അവന്മാർ നമ്മുടെ തന്നെ ഒരു സർക്കിളിൽ അതായത് ഗ്രൂപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, അതിനകത്ത് തന്നെ അവന്മാർ വീഡിയോ ഒക്കെ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ സങ്കടം വന്നു. അയ്യോ, ഞാൻ ഇങ്ങനത്തെ ഒരു കൊല്ലത്തിൽ എനിക്ക് വല്ലാത്തൊരു ആ വീഡിയോ തന്നെ സജനയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത എന്നെ ഈ പരുവത്തിലാക്കിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ അതിന് തിരിച്ചു തന്ന മറുപടി ഒരു ഇമോജിയാണ്, ഒരു സ്മൈലിൻ്റെ ഇമോജി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നശിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവളാണെന്നുള്ളത്. ശരിക്കും ഞാൻ അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അങ്ങനെയുള്ള ലഹരികളൊക്കെ വെറുത്തു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഗ്രാജുവലി അത് നിർത്തി വന്നിപ്പം അത് ഞാൻ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞാൽ മറ്റൊരു വലിയ ഒരു കോമഡി ഉണ്ട്, ഒരു ബുള്ളറ്റിൻ്റെ കാര്യം. അതായത് കാരണം എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നാട്ടിൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നാണം കെടുത്താവോ വായിത്തോന്നൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ കഥയെന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് അത് എടുത്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബുള്ളറ്റ് എടുക്കാൻ നിന്നപ്പം സജന പറഞ്ഞു എനിക്കൊരു ബുള്ളറ്റ് എടുത്ത് തരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ ഇവളൊപ്പം പറഞ്ഞു അവളുടെ കയ്യിലൊരു 10,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുടക്കത്തിൽ എടുക്കാൻ ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ അന്നേരം ബാക്കി അതിൻ്റെ 1 ലാഖ് കണ്ടായി തുടക്കത്തിലത്. അങ്ങനെ ഞാൻ ബാക്കി ക്യാഷ് കൂടി ഇട്ടിട്ട് ഇവളുടെ പേരിൽ തന്നെ, കാരണം എനിക്ക് സിവിൽ സ്കോറിൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് സജനയുടെ പേരിലാണ് ബൈക്ക് എടുത്തത്. എന്നിട്ട് ഇവൾ പറഞ്ഞു ഞാൻ മാസം തോറും അടച്ചോളാം, എൻ്റെ ഇതിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസം പോലും അടച്ചില്ല, ഞാൻ തന്നെ അടച്ചു. ഞാനത് അങ്ങനെ അവരുള്ള നിർബന്ധ ബുദ്ധി എനിക്കില്ല. അപ്പോൾ ഞാനത് അടച്ച് അങ്ങനെ ഞങ്ങൾ ഈ സെപ്പറേറ്റ് ആയ സമയത്ത് സജനയുടെ പേരിലാണല്ലോ വണ്ടി, അപ്പം അടയ്ക്കാതെ ആയി. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ക്യാഷ് അടയ്ക്കാതെ ആയപ്പോഴത്തേക്ക് അത് CC-ക്കാർ കൊണ്ടുപോകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതെ CC-ക്കാർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതി ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലായിരുന്നു ബൈക്ക് ഇരുന്നത്. അപ്പോൾ ഇവർ ബാങ്കുകാർ പറഞ്ഞു വേവർ ചെയ്ത് തരാം, മുതലടച്ചാൽ മതി, ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സജനടുത്ത് ഇത് കാര്യം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞാൻ വേറെ ഒരു വിഷയത്തിനൊന്നും പോകാത്തതുകൊണ്ട് സജനനും ഈ പറ്റിച്ച് മേടിച്ച BMW ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അവിടുന്ന് കൊല്ലത്ത് വന്ന് കൊല്ലത്ത് ഇരുമ്പ് പാലത്തിന് HDFC ആണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ബാക്കി പൈസ കൊടുത്ത് ആ ബൈക്ക് ബുള്ളറ്റ് മേടിച്ചതാണ്. അപ്പോൾ ആകെ സജനയുടെ ഒരു 10,000 രൂപ അതിനകത്തുണ്ട്. അത് സത്യമാണ്. അതിനാണ് സജന ആ കഥ ഉണ്ടാക്കിയത്. പിന്നെ വീടിൻ്റെ കഥ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ 1 വർഷത്തിന് മുന്നേ അവൾ മ്യൂച്വലായിട്ട് പിരിയണം എന്ന് പറഞ്ഞ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അവൾക്കാണ് ആവശ്യം. എനിക്ക് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും
ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മനു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ട്രിവാൻഡ്രത്ത് ഇവള് തന്നെ കൊണ്ടുവന്നു.